വ്യത്യസ്തനാമൊരു ബാർബറം ബാലനെ ആരും തിരിച്ചറിഞ്ഞില്ല. എന്തായിരുന്നു ആ പാട്ട് പാടാനും അതുപോലെ ശ്രീനേട്ടനുമായിട്ടുള്ള ഒരു അനുഭവം അല്ലേ? ഈ പാട്ട് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവായ പാട്ടാണ്. എന്നെ ഞാനാക്കിയ പാട്ട് എന്ന് ഞാൻ പറയുന്നത് ഈ പാട്ടാണ്. ഈ പാട്ട് ഞാൻ പാടാൻ വേണ്ടി സ്റ്റുഡിയോയിൽ ചെന്നിട്ട് പാടിക്കഴിഞ്ഞ് പോരാൻ നേരം എന്നോട് ജയചന്ദ്രൻ സാർ പറഞ്ഞു, ശ്രീനി സാർ വരുന്നുണ്ട്, ഈ പാട്ടൊന്ന് കേട്ടിട്ട് നമുക്ക് തീരുമാനിച്ചാൽ പോരെ, അതായത് ഞാൻ പാടണോ വേണ്ടയോ എന്ന് തീരുമാനിച്ചാൽ പോരെ എന്നാണ് പറഞ്ഞത്. ശാസ്തമംഗലത്തുള്ള സ്റ്റുഡിയോയിലാണ്, ഈസ്റ്റ് കോസ്റ്റിന്റെ സ്റ്റുഡിയോയിലാണ് റെക്കോർഡിങ്. അവിടെ ചെന്ന് പാടി സാർ വന്നു. സാർ ഈ പാട്ട് കേട്ടോണ്ടിരിക്കുമ്പോൾ ഞാൻ സൈഡിലൂടെ സാറിനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. സാറിന്റെ മുഖത്ത് യാതൊരു ഭാവ വ്യത്യാസവും ഞാൻ കണ്ടില്ല. ഞാൻ വിചാരിച്ചു ഇതിനു മുമ്പ് പാടിയ പല പാട്ടുകളും പോലെ ദൈവമേ ഇതെന്റെ കയ്യിൽ നിന്ന് പോവോ എന്ന് വിചാരിച്ചു. പക്ഷേ പാട്ട് പാടിയതിനു ശേഷം, കേട്ടതിന് ശേഷം സാർ ഒരു ചിരി ചിരിച്ചു. എന്നിട്ട് ജയചന്ദ്ര സാർ ചോദിച്ചു, നമുക്ക് എന്തെങ്കിലും വ്യത്യാസം വരുത്തണോ എന്ന് ചോദിച്ചപ്പോ സാറ് പറഞ്ഞൊരു മറുപടിയാണ് പ്രദീപുള്ളുരുത്തിയാക്കിയത്. എന്തായിരുന്നു ആ മറുപടി? ഇതെന്താണോ അതാണ് എനിക്ക് വേണ്ടത്.